So hello everyone, welcome back to yet another vlog. Yes, നമ്മളുള്ളത് ബ്രസൽസിലാണ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു സ്കൈ ഡൈവിങ്. യെസ്, സ്കൈ ഡൈവിങ് ചെയ്യണം എന്നുള്ളത് കുറേ നാളത്തുള്ള ആഗ്രഹമാണ്. പക്ഷേ അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. ലൈക്ക് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ദുബായിലുള്ളതാണ്. ദുബായിൽ മറ്റേ പാമലിൻ്റെ മുകളിൽ ചാടുന്ന വീഡിയോസാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ യൂറോപ്പിൽ വന്നിട്ട് ബ്രസൽസിലും നമുക്ക് സ്കൈ ഡൈവിങ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ നോക്കിയപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ളതെന്ന് പറഞ്ഞാൽ സ്പാ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്പാ എന്ന് പറയുന്നത് നമുക്ക് കണക്ടിവിറ്റി വരുന്നത് ബ്രസൽസ് ട്രെയിൻ എടുത്ത് വരാം. നമ്മളിപ്പോൾ ട്രെയിൻ എടുത്താണ് വന്നത്. ട്രെയിൻ എടുത്തത് നമുക്ക് വാൽക്കൻറഡിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ, അവിടെ നിന്ന് സ്പായിലേക്ക് ഇങ്ങനെ രണ്ട് ട്രെയിൻ മാറിക്കയറാം. നമുക്ക് അവിടുത്തെ ഏകദേശം ഒരു 3 hours ജേർണി ഉണ്ട് ബ്രസൽസിൽ നിന്ന്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഈ വാൽക്കൻറഡിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ ട്രെയിൻ ഓൾറെഡി ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഈ സ്റ്റേഷനിലെത്തിയപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ നമ്മൾക്ക് പ്ലാറ്റ്ഫോമിൽ പോയി, പക്ഷേ അത് ഡോറ് തുറന്നില്ല. നമ്മൾ ആ ട്രെയിൻ പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ട്രെയിൻ ഇവിടെ നിന്നുള്ള വെയിറ്റ് ചെയ്യണം, വിൽ ബി ഇൻ ഒരു അരമണിക്കൂർ എടുക്കും. ഓക്കെ, സോ നമ്മളിപ്പം ആ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇത് വാൽക്കൻറഡിറ്റ് എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിലാണ് ഉള്ളത്. ആൻഡ് ഫ്രം ഹിയർ രജിസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവരുടെ ഒരു 20 minutes ബ്രീഫിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ ഓൺ ബോർഡ് ചെയ്യുന്നു. നമ്മൾ ഫ്ലൈറ്റിനടുത്ത് ചാടുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ടാൻഡം ജമ്പാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഫഷണൽ ഒന്നുമല്ലല്ലോ. ഓഫ് കോഴ്സ് നമ്മൾ ടാൻഡം ജമ്പാണ് ചെയ്യുന്നത് വിത്ത് ഫോട്ടോ ആൻഡ് വീഡിയോ. പിന്നെ സ്പാ എന്ന് പറയുന്ന സ്ഥലമല്ലേ, അത് കുറച്ച് പ്രത്യേകത ഉള്ള സ്ഥലമാണ്. ആൻഡ് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സിസ്റ്ററുണ്ട്. ഷീ ഹാസ് ഓൾസോ ജോയിൻ വിത്ത് മീ. അപ്പം നമ്മൾ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ പോസ്റ്റാണ്. മിഞ്ചു അല്ലേ, സെറ്റല്ലേ? സെറ്റല്ലേ? എല്ലാം സെറ്റ്. മോസ്റ്റ് എക്സൈറ്റഡ് ഡേ അല്ലേ? അതെ 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 അതെ. നമുക്ക് ഇടയ്ക്ക് ആ ട്രെയിൻ പോയതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അതെ, നമ്മൾ നേരത്തെ ഇറങ്ങി. പക്ഷെ പണ്ട് കാര്യമില്ല, നമ്മൾ ട്രെയിനിൽ നേരത്തെ കയറി. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ 8 മണി 8:30 ഇറങ്ങിയത് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. സ്പാല് ആ ഫസ്റ്റ് ടൈം ഞാനും പോകുന്നത്. ഞാൻ ഈ സൈഡിലോട്ട് വന്നിട്ടില്ല, ലുവൻ വരെ ഞാൻ പോയിട്ടുള്ളൂ. സ്പാല് വെള്ളം കുടിച്ചിട്ടുണ്ട്. സ്പാ എഴുതിയിട്ട് ബോട്ടിൽ വരും. നമ്മൾ പൈപ്പ് വാട്ടർ കുടിക്കാൻ ബെൽജിയത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില പൈപ്പ് വാട്ടറിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യണം. നമ്മൾ വെള്ളം വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ സ്പാന്ന് ബോട്ടിലാണ് ഏറ്റവും കോസ്റ്റ്ലി. പക്ഷെ അത് കുടിച്ച് അടിപൊളിയാണ്. അപ്പോൾ ഒരു ടേസ്റ്റിനോട് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ കുറച്ച് താഴത്തെ മോൺ കാർലോ എന്ന് പറഞ്ഞ ഡൽഹീസിൻ്റെ ഒരു വാട്ടർ നമ്മൾ കുടിക്കണേ. പക്ഷെ സ്പാ അടിപൊളിയാണ്. ആ സ്പാ സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നമ്മുടെ സ്പായിലാണ് നമ്മുടെ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് ട്രാക്ക് അവിടെ ഉണ്ട്. അത് സ്പായിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നാച്ചുറൽ സ്പ്രിംഗ് ഉണ്ട്. സോ അവിടെ നിന്ന് വേൾഡ് വൈഡ് അവിടെ വാട്ടർ എക്സ്പോർട്ടിങ്ങും ആ സിറ്റി ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഉള്ളത് മെയിൻ നേച്ചറാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫുൾ സ്പ്രിങ്സ്, നാച്ചുറൽ സ്പ്രിങ്സ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ മിനറൽ ബോട്ടിലും ഒക്കെ അത്രയും വേൾഡ് വൈഡ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറെ മലയാളീസ് ഉണ്ട് അവിടെ. നമ്മുടെ പള്ളിയിലോട്ട് അവിടെ നിന്നൊക്കെ ഒരു ഫാമിലി വരാറുണ്ട്. ഫ്രഞ്ച് റീജിയനാണ്, വലോണി റീജിയൻ പരിപാടീസ്. ഞാൻ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ മേലെ ഉണ്ട് ഇവിടെ. ഈ സ്റ്റേഷൻ്റെ പേരാണ് വൽക്കൻറഡിറ്റ്. അത് അങ്ങനെയാണ് ഇതിന് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഇവരൊക്കെ നമ്മുടെ കൂടെ ട്രെയിനിൽ വന്നാട്ടോ, മറ്റേ ട്രെയിനിൽ. പക്ഷെ ആ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു 40 minutes ട്രാവലുണ്ട് നമ്മൾ സ്പായിലേക്ക്. യെസ് ഗൈസ്, നമ്മൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ചൊന്നൊരു ലൈക്ക് ഒരു 300 meters അവേ നമ്മൾ ഇവിടെ ഒരു ടൗൺ ഏരിയയിൽ വന്നേക്കാണ്. ഇവിടെ ഒരു കസിനോ ആണ് ഇവിടുത്തെ നമുക്ക് ടാക്സി നോക്കിയിട്ട് കിട്ടുന്നില്ല. സോ നമ്മൾ നോക്കുമായിരുന്നു കുറേ നമ്പർ, ഈ കടയിൽ നിന്നൊക്കെ നമ്പർ ചോദിച്ച്. ഇപ്പം ഒരാളെടുത്തിട്ടുണ്ട്. ഇപ്പം വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇവിടെ ബസ്സോ ഒന്നും നോക്കിയിട്ട് നമുക്ക് കാണുന്നില്ല. യെസ് ഫ്രണ്ട്സ്, ഫൈനലി നമുക്ക് അങ്ങനെ ടാക്സി കിട്ടി. നമ്മളിപ്പോൾ അങ്ങോട്ട് ഓൺ ദ വേ ആണ്. മീൻസുകളുണ്ട്, കുറേയൊക്കെ രക്ഷപ്പെട്ടോ. കാരണം ഈ ഏരിയയിലുള്ളവർ കൂടുതലും ഫ്രഞ്ചാണ് അവർ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ബ്രസൽസ് ഏരിയയിലൊന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സോ നമ്മൾ ഓൺ ദ വേ ആണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഫൈനലി. ആ ടാക്സി കിട്ടി ലേറ്റ് ആയെങ്കിലും നമ്മളെത്തി. നമുക്ക് 1:30 നമ്മുടെ രജിസ്ട്രേഷൻ. പക്ഷേ അവിടെ 1:45 നമുക്ക് നോക്കാം എന്തായാലും.
മിഞ്ചു ആണ് മെമ്പറൊക്കെ വിളിച്ച് ഫ്രഞ്ചിലൊക്കെ സംസാരിച്ച് സെറ്റാക്കിയത്. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്തായിരുന്നു. അവിടെ വെയിറ്റ് ബിലോ 95 ആണ് പാടുള്ളൂ. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് വഴിയെ പറയാം. ഇവിടെ അവിടെ നമുക്ക് പുറത്ത് ഒരു ഇത് കാണാൻ പറ്റും. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഫൈനലി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മൾ ആ ഭാഗത്താണ് രജിസ്റ്റർ ചെയ്ത്. ഇത് ഇവരുടെ ലൈക്ക് ഡൈവേഴ്സ് വന്നിട്ട് സൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യണ ഏരിയ ആണ്. അപ്പോൾ ഇവരവിടെ വെയിറ്റ് ചെക്ക് ചെയ്തു. ബിലോ 95 kg പാടുള്ളൂ. നമുക്ക് 4 മണിയാവുമെന്ന് പറഞ്ഞു നമ്മുടെ ടേൺ വരാൻ. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. കുറച്ച് ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. അപ്പം നെയിം ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ഈ ബോർഡിൽ നമ്മുടെ പേര് വരും, ഡാക്കിമിറ്റ് ജോർജ്. ഇതാ അപ്പുറത്ത് വന്നത്. അതവിടെ 140 മിനിറ്റ്സ് മനസ്സിലായി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമുക്ക് 2 മണിക്കൂറുണ്ട് ഇനി. ഇവിടെ ഒരു കഫേ ഉണ്ട്, അവിടെ ആൾക്കാർ കയറുന്നൊക്കെ ഉണ്ട്. ഈ ഒരു കഫേയിൽ നമ്മളൊന്ന് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഏകദേശം 4 മണി അടുത്താവും നമ്മുടെ ടേൺ വരുമ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുന്ന് 220 യൂറോസ് മുതൽ ഇതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 330 യൂറോസാണ്. അതിൽ വിത്ത് ഫോട്ടോ ആൻഡ് വീഡിയോ. 220 ബേസിക്കാണ്, അതിൽ ഫോട്ടോ വീഡിയോ ഒന്നുമില്ല. 330 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ INR 30 രൂപ അടുത്ത് വരും. നമ്മുടെ ദുബായിലിപ്പം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 55 രൂപ അടുത്ത് വരും. അപ്പം ഇത് വെർത്തായിട്ട് തോന്നി ആ പൈസ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ദുബായിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഓഫ്കോഴ്സ്, പക്ഷേ ഇത് നൈസാണ്. ഇത് ഗ്രീനറിയാണ്. മറ്റേത് ആ പാം ഐലൻഡിൻ്റെ മുകളിലുള്ള എന്താണ് നമുക്ക് ചാടുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യല്ലേ വേണ്ടേ. എനിക്ക് ഓർഡർ ചെയ്തോ? എന്താ ഓർഡർ ചെയ്തത്? മീറ്റ് ബോൾസ് വിത്ത് ഇവർക്ക് സ്പൈസി ഇല്ല, സ്വീറ്റേ ഉള്ളൂ. മതി. മീറ്റ് ബോൾസ് ഇൻ ടൊമാറ്റോ സോസ് ആയിരിക്കും. നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ഇട്ട് അതിന് സ്പൈസി ആക്കാം. ഇവിടെ ആൾക്കാർ നമുക്ക് പോകണതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫുഡ് എത്തിയത് ഇതാണ് സംഭവം. മീറ്റ് ബോൾസ് നമ്മളിവിടെ ലാൻഡിങ് പാഡിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇതേ ഒരു ടീം വന്ന് വീഴണം. അതുപോലെ ഒന്ന് നമ്മൾ വീഴല്ല ലാൻഡ് ചെയ്യും. മാളിന്ന് അയ്യോ നമ്മുടെ മാളിലൊന്ന് വീഴും. ഇനി നമുക്ക് 33 മിനിറ്റ്സ്, നമ്മൾ അരമണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ കോളിന്. ഇവിടെ എല്ലാവരും റെഡിയായി. ഇവരുടെ ടീംസ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ വിളിച്ചിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ കോൾ. നമ്മുടെ ബോർഡിലുണ്ട് നമ്മുടെ പേര്. അവിടെ 33 മിനിറ്റ്സ്. അപ്പം ഫ്രണ്ട്സ്, പുള്ളിക്കാരിയാണ് നമ്മുടെ ഓഫർ. പുള്ളിക്കാരി നമ്മുടെ കൂടെ ചാടും. യെസ്, ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടും. സെറ്റപ്പാണ്. അപ്പം പുള്ളിക്കാരി ചോദിക്കണം നമുക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് ഷോർട്സ് ഇടണോ അതോ ഫുൾ കിറ്റ് പോലത്തെ ഡ്രസ്സ് ഇടണോ എന്നാണ്. അവിടെ ചൂടായതുകൊണ്ട് ഷോർട്സാണ് പുള്ളിക്കാരി പ്രിഫർ ചെയ്തത്. സോ നമ്മൾ പിന്നെ ഷോർട്സാണ് നമ്മളും എടുത്തിട്ട്. Hello. How are you? Yeah, I'm fine. Good. Go. I wish you to enjoy your lunch. Have fun. Yes. Ready to jump? Yes, finally the moment has came. We gonna do, guys. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങളിൽ on board to the flight, and that's our coach. Coach അല്ല, instructor. Okay.
നല്ല വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗാണ്. കാണുന്നില്ല, ഭയങ്കര ആകാംക്ഷ. എവിടെ പോയി ഇനി? ഈ റീജിയനല്ല വേറെ റീജിയനിലാണെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുവാണ് കുറേ നേരം. പക്ഷേ ക്ലൈമറ്റ് കുറച്ച് ഓക്കെ ആയി, ഇപ്പോൾ അത്രയും ചൂടില്ല, കുറച്ച് ചൂട് കുറഞ്ഞുണ്ട്. മുകളിൽ പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. അവർ നല്ല ചൂടായിരിക്കും അവർ പറഞ്ഞേ, പക്ഷെ കാണുന്നില്ല. അവർ വേറെ സ്ഥലത്ത് പോയിട്ട് എന്തായാലും ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. മുകളിലോട്ട് പോയ സ്ഥിതിക്ക് എന്തായാലും താഴോട്ട് വരുമല്ലോ. പക്ഷേ കാണാത്തതുകൊണ്ടുള്ളൊരിത്, എവിടെയാണോ എവിടെയാണോ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കുക ഞാൻ. എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യണം. കിംജിലൂടെ പോയ എല്ലാ ആൾക്കാരും ഫാമിലി ഓർ ഫ്രണ്ട്സ് ആയിരിക്കണം, എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കാണാം കേട്ടോ, ഒരു 15 മിനിറ്റിന് ശേഷം. അവർ 15 മിനിറ്റ് മുമ്പ് പോയത്, 15. കിംജിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അവനാണ് യെല്ലോ. പേടിച്ചിട്ടാണോ ഒച്ച വയ്ക്കുന്നത്? ഓ, അങ്ങനെ വരുന്നുണ്ട് അവൻ. ടോട്ടൽ 15 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അവർ 4:15 ആയപ്പോൾ പോയി, 4:32 ആയപ്പോൾ തിരിച്ചു വന്നു. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ്. അവൻ വരുന്നുണ്ട് അവൻ. ഒരു രക്ഷയില്ല മക്കളെ. നീ എന്തൊരു ഒച്ചപ്പാടായിരുന്നു, പേടിച്ചിട്ടാണോ? ഇവിടെ വരെ കേൾക്കായിരുന്നു ഒച്ചപ്പാട്. അങ്ങനെയാ നീയാന്ന് മനസ്സിലായിട്ട് വേഗം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഞാൻ കേട്ടു ഒച്ച, നീയാന്ന് മനസ്സിലാവും ചെയ്തു. കാരണം യെല്ലോ അല്ലേ, ശരിക്കും പേടിച്ചല്ലേ? ഫ്ലൈറ്റില് ബാഗ് എടുക്കട്ടെ, പറഞ്ഞോ. ഞാനായിരുന്നു ഫ്ലൈറ്റില് ആദ്യം ഞാനാ ചാടിയ. ഇപ്പൊ ചാടി പെട്ടെന്ന് എന്നെ പിടിച്ചപ്പോ നമ്മളെ വീട് പോലെ അടിപൊളി സെറ്റിലാവട്ടെ. Hello, Kimik. Hi, hello. How are you? Yeah, I'm fine, good. Welcome to Skydive Spa. Yeah, thank you. Any special occasion? Why are you jumping today? It's your birthday. Yeah, my birthday was in just previous last week. Okay, So happy I will do birthday. Happy belated birthday. Thank you. Yeah. So let's go. I wish you to enjoy a lot. Have fun. Yes. Take off to freedom.
It's awesome. Oh, he was screaming it. Thanks, yeah, You're it's welcome. great. Good job. Good job. Something to the camera. Oh my guys. On your language. Yeah guys, അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഹൈറ്റ് ഒരു സീനിലേക്ക് എന്തായാലും വന്ന് ചെയ്യാം. ഓസം ഒന്നും പറയാനില്ല ഇപ്പൊ. Yeah. Welcome to Skyline Spa. യെസ് ഗൈസ് ഒരു രക്ഷയില്ല. ഒന്ന് സെറ്റിൽ ആയിട്ട് കാണാം, ചെയ്യണം. നിങ്ങൾ ഹൈറ്റ് പേടില്ലാത്തവരോട് എന്തായാലും ചെയ്യണം. ഹൈറ്റ് ഇതൊക്കെ ചാടിക്കാൻ ഹൈറ്റ് രക്ഷ. ഇതായത് നമ്മുടെ ഇൻസ്ട്രക്ടർ. ഗുഡ് ജോബ് ബ്രോ. Ouais, ça va. I can hear his voice. Vous savez ça. ബാക്കി വരണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഡിസിനെസ്സോ? ചെവി അടഞ്ഞായിരുന്നു മോളിപ്പം. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അടയണ പോലെ. ആ പിന്നെ ഇവരുടെ ഇങ്ങനെ കറക്കും, കൈയൊക്കെ ചുമക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കൈ കറക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റ് ആവും, അത്രേ ഉള്ളൂ. ടൈറ്റ് ആവും. ചെറിയൊരു എല്ലാത്തൊരു പെയിമ്പുണ്ട്, അതൊക്കെ മാറുമ്പോൾ പരിപാടിയാവും. നീയാണ് ഫസ്റ്റ് ചാടിയത്? ഫസ്റ്റ് ഞാൻ ചാടി പ്ലെയിനിൽ നിന്ന് ശരിക്കും ചാടി. ക്യാമറമാൻ ഇങ്ങനെ ചാടി, ആ പുള്ളിക്കാരി ഒറ്റയ്ക്കല്ലേ ചാടണേ? ഞാനും ചാടിയപ്പോൾ ക്യാമറമാനും ചാടി. ഇതെങ്ങനെ ഊരണം? ഓക്കെ, നീയും ചാടുമ്പോൾ ക്യാമറമാനും ചാടാതെ പറ്റില്ലല്ലോ. First fall. Oh my god. Yeah, he was screaming and I heard the voice. Everyone is just, yeah, they are coming. Et le paysage, mais c'est magnifique, c'est super. Et la chute libre, incroyable. Incredible, yeah. Vraiment. Mais aucun regret de l'avoir fait. For health, No regrets. no regrets. Ah oui, no regrets. First time. You feel okay, like health wise and all, you feel okay? Yes. Oh, super. യെസ് ഫ്രണ്ട്സ്, ഈ ഒരു മൊമെൻ്റാണ് ആ ജമ്പിൽ ഏറ്റവും വലിയൊരു അടിപൊളി മൊമെൻ്റ്. കാരണം നമ്മൾ 20 to 30 seconds ഒരു ഫ്രീ ഫോളാണ്. ദാറ്റ് വാസ് എന്താ പറയുക, നമുക്ക് പറയാനൊന്നും വാക്കുകളില്ല അതിന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും യൂറോപ്പൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാൻ നോക്കുക. കാരണം കമ്പാരിറ്റീവ്ലി ദുബായ് ഇവിടെ ഭയങ്കര ചീപ്പാണ്. ആൻഡ് അത് ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാം. ബിക്കോസ് നമ്മൾ ചാടിയില്ല, അവർ നമ്മളെടുത്ത് ചാടിക്കോളും. സോ ഐ തിങ്ക് ഇത് ചാടുമ്പോൾ നിങ്ങളുടെ ഹൈറ്റിൻ്റെ പേടിയൊക്കെ മാറും തോന്നും. എനിവേസ്, ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഡു ഇറ്റ് ഗൈസ്. യെസ്, ഇറ്റ്സ് ഡൺ. ജമ്പ് ഇസ് ഡൺ. എന്താ പറയണ്ടതെന്ന് അറിയില്ല. അടിപൊളി, അടിപൊളി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ചെയ്യണം. ഹി വാസ് അവർ ഇൻസ്ട്രക്ടർ. ഹേ, ആൻഡ് ഹി വാസ് അവർ ഫോട്ടോഗ്രാഫർ. Bye. അപ്പം എന്താണ് പറയുക, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേസ്, ഒന്ന് സെറ്റിലായിട്ട് വീഡിയോ എടുക്കാം. ഇപ്പോഴും ആ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ നിൽക്കുവാണ്. അതെ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള കേസ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒന്നും മാറിയിട്ടില്ല. ഞാൻ ഒന്ന് സെറ്റിലായിട്ട് ഒന്നുകൂടി അവിടെ എത്തിയിട്ട് എടുക്കാം. നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല, നമ്മൾ ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. സോ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. സോ ദിസ് മീൻസ് ആൻഡ് കിം ഇറ്റ് സൈനിങ് ഓഫ് ഫ്രം സ്പാ സ്കൈ ഡൈവിങ് ഗൈസ്. അപ്പോൾ എപ്പോഴേലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് ചെയ്യാം, അടിപൊളി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടെ സ്പാ സിറ്റിയിൽ ടൗണിലെത്തിയായിരുന്നു. അവിടെ ഒരു ഫേമസ് കാസിനോ ആണ് അവിടെ ഉള്ളത്. പിന്നെ എൻ്റെ ഈ കയ്യിലിരിക്കണതാണ് ഇവിടുന്ന് വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യണ വെള്ളമാണത്. €2 നമ്മുടെ പൈസ 180 റുപ്പീസ്. ഇത് ഇവിടുത്തെ വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യണ സാധനമാണ്. പിന്നെ കണ്ടപ്പോൾ വീട്ടിൽ കാണിച്ചെന്നുള്ളൂ. നമ്മളിനി ട്രെയിൻ എടുത്ത് പോവുകയാണ് തിരിച്ച്. നേരെ ആക്ടിവിറ്റി ചെയ്യാനുള്ള സമയമല്ല ഇവിടെ ആക്ച്വലി കുറേ കാണാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഫോർമുല 1, ഞാൻ അതുപോലെ ഫോർമുല 1 അങ്ങനെ കുറേ മിനറൽ നാച്ചുറൽ സ്പ്രിങ് അതൊക്കെ ഇവിടെയുള്ളത്. ബൈ.